ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ഈ കാണുന്ന സർദൂസി വെച്ചിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. സർദൂസി അതിൻ്റെ സ്ട്രക്ചറിലായാലും അല്ലാതെ അതിൻ്റെ കളറിലായാലും വെറൈറ്റി കളറുകൾ, പലതരത്തിലുള്ള കളറുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് ഞാൻ ഇതെന്ത് ചെയ്യുന്നു, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം ആ ലീഫിൻ്റെയും ആ സ്റ്റെമ്മും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സർദൂസി സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ അതിൻ്റെ സ്പ്രിങ് പോലെയാണ് ഇരിക്കുന്നത് അതിൻ്റെ സ്ട്രക്ചർ വന്നിട്ട്. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക, അത് പിടിച്ച് വലിച്ച് അതിനെ ഇല്ലാതാക്കാതിരിക്കുക. ജസ്റ്റ് ഒരു മിനിമം നമ്മളിതിൽ അത് ഇങ്ങനെ വലിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ കണ്ടോ, ഇതുപോലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നിനും അത് ഉപയോഗിക്കാൻ പറ്റില്ല. കണ്ടോ, ഇതുപോലെ അങ്ങ് വലിഞ്ഞു പോകും. കണ്ടോ, അപ്പം ഇതല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനെ കട്ട് ചെയ്ത് വിടുക. കണ്ടോ, ഇതിൻ്റെ ഇടയിലൊക്കെ അങ്ങനത്തെ ഇതുണ്ട്, അതൊക്കെ നോക്കി കട്ട് ചെയ്ത് എടുക്കുക. ഇതെല്ലാം തന്നെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. വലിപ്പം കൂട്ടുന്നതും കുറയ്ക്കുന്നതും എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാ കണ്ടോ, ഈ കാണുന്നത് പോലെ തന്നെ ആദ്യം ഞാൻ സ്റ്റെമ്മാണ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഭയങ്കര ഇതായിട്ട് വലിച്ചെടുക്കല, എങ്കിൽ സ്പ്രിങ്ങും കൂടെ എന്ത് ചെയ്യും, അത് ഇങ്ങനെ അകന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു അതുപോലെ തന്നെ ഈ ത്രെഡും നിങ്ങൾ നോക്കിയെടുക്കുക. നമ്മുടെ സെയിം ത്രെഡ് എടുക്കുന്നത്, ചിലത് ഇങ്ങനെ പഴയ ത്രെഡൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും അതുപോലെ തന്നെ കുരുങ്ങാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ എടുക്കുക. പിന്നെ ഇതിൽ ഏറ്റവും വലിയ അബദ്ധം പറ്റിയത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം സർദൂസിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ക്ഷമയോടെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്താലേ അത് നമുക്ക്, പ്രത്യേകിച്ച് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ക്ഷമയോടെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്താലേ അത് ശരിയായി വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, കുറച്ചായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഈ കാണിക്കുന്ന സ്പീഡ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതല്ല, ഇതിൽ കൂട്ടിയിട്ടിരിക്കുന്നതാണ്. നിങ്ങൾ നല്ല സമാധാനത്തിൽ ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു വിചാരത്തോടെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഈ രീതിയിലാണ് ആ ഡിസൈൻ കിട്ടിയിരിക്കുന്നത്. കണ്ടോ, അവിടെ ത്രെഡ് ഇറുകാത്തതുകൊണ്ട് ആ മഞ്ഞ കളറൊക്കെ കാണാൻ കഴിയും. മഞ്ഞ കളറുള്ള മഞ്ഞ ത്രെഡ്. ഇതുപോലെ ഒരു ചെറിയ, ഇത് ചുറ്റിയലല്ല, അങ്ങനെ ചുറ്റിയലെടുക്കല്ല, അല്ലാതെ ഇത് ടെയിലൊക്കെ കൊട്ടാൻ ഉപയോഗിക്കുന്ന ഒരു തരം ചുറ്റിയലാണ്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളിൽ വേറെ എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് കൊട്ടിയാലും മതി. അതിങ്ങനെ ചപ്പിയിരിക്കും, അതേത് സർദൂസി. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. കാണിച്ചു തരാം. ആദ്യം ഒരു ബോർഡാണ് എടുത്തത്, നമ്മുടെ കേക്കിൻ്റെയൊക്കെ. അപ്പോൾ അതിൽ വെച്ചിട്ട് ആക്കിയിട്ട് പറ്റുന്നില്ല. ഇത് നമ്മളെ സെറ്റിയുടെയൊക്കെ ആ കൈ ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ചപ്പി വരെ ഞാൻ കണ്ടു ത്രെഡ് ഇറുക്കി, അതായത് സ്റ്റിച്ച് ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ ആയിട്ട് കണ്ടോ യെല്ലോയുടെ ത്രെഡ് എടുത്തറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് അത് അമർത്തി ചപ്പിക്കുക. അത് ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഷേപ്പ് പോയി അതിൽ പതിഞ്ഞിരിക്കും നമ്മുടെ, അതായത് ആ ഡ്രസ്സിൽ നമ്മൾ ഏതിലാണോ ചെയ്യുന്നത് അതിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്ന കാണാൻ ഭംഗിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്ത് ചെയ്യുക, പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് വേണം, അല്ലെങ്കിൽ ഇന്ന സ്റ്റിച്ചിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ ആ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ തുറന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.